അപ്പോൾ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ഗൗരവമായി നടപ്പാക്കുക, ഇതാണ് LDF സ്വീകരിക്കുന്ന സമീപനം. ഏതെങ്കിലും തരത്തിൽ ജനങ്ങളെ കബളിപ്പിക്കുക, തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കാൻ ഇടയില്ലാത്ത കാര്യങ്ങളടക്കം വാഗ്ദത്തം ചെയ്യുക, അങ്ങനെയൊരു തൽക്കാലം ജനങ്ങളെ കബളിപ്പിക്കുക, ആ നിലപാടൊന്നും LDF സാധാരണ സ്വീകരിക്കാറില്ല. എല്ലാവർക്കും അറിയാം, പ്രകടന പത്രിക പുറത്തിറക്കി അധികാരമേറ്റതിന് ശേഷം കഴിഞ്ഞ 5 വർഷത്തിൽ ഓരോ വർഷവും പ്രകടന പത്രികയിൽ എത്ര കണ്ട് നടപ്പായി എന്ന പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചതാണ്. 4 വർഷം തികയുമ്പോഴേക്ക് 560 എണ്ണം പൂർത്തിയായി എന്ന് അതിൻ്റെ ഭാഗമായി തന്നെ അവകാശപ്പെട്ടതാണ്. ഇപ്പോഴത് 600-ൽ 580 നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാന വിഷയങ്ങൾ എല്ലാം നമ്മുടെ പ്രകടന പത്രികയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ തൊഴിൽ സാധ്യത ആവശ്യത്തിനുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഈ കാര്യം അതീവ ഗൗരവമായിട്ടാണ് LDFൻ്റെ പ്രകടന പത്രികയിൽ സമീപിച്ചിട്ടുള്ളത്. ഞങ്ങൾ കാണുന്നത് 40 ലക്ഷം തൊഴിലവസരങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. അതിനുള്ള വിശദമായ പരിപാടിയും ഇതോടൊപ്പം തയ്യാറാക്കിയിട്ടുണ്ട്. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലെയും സഹകരണ സ്ഥാപനങ്ങളിലെയും നിയമനം PSC മുഖേന നടക്കുക എന്നതും ലക്ഷ്യം വെക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്താകെ വിഷമതി അനുഭവിക്കുന്ന വിഭാഗമാണ് കൃഷിക്കാർ. കൃഷിക്കാരുടെ വരുമാനത്തിൻ്റെ കുറവാണ് ഏറ്റവും പ്രധാന പ്രശ്നം. എന്നാൽ രാജ്യവുമായി താരതമ്യപ്പെടുത്തിയാൽ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള ഒട്ടേറെ നടപടികൾ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. LDF സർക്കാർ പല നടപടികളിലൂടെ കൃഷിക്കാർക്ക് താങ്ങായി നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ പറയുന്നത് കൃഷിക്കാരുടെ വരുമാനം 50% ഉയർത്തും എന്നതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ പരമദരിദ്രാവസ്ഥ അത് ഇല്ലാതാക്കും. അതായത് ഈ സംസ്ഥാനത്തുള്ള പരമദരിദ്രാവസ്ഥയിലുള്ള കുടുംബങ്ങളെ ആകെ അതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ കണക്കെടുക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാകെ സംസ്ഥാന അടിസ്ഥാനത്തിൽ മോണിറ്റർ ചെയ്യപ്പെടും. അതിന് ഓരോ കുടുംബത്തെ സംബന്ധിച്ചും അവർക്ക് എങ്ങനെ ഈ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചനമാകും അതിനുതകുന്ന മൈക്രോ പ്ലാൻ തയ്യാറാക്കും. ആ പ്ലാനിൻ്റെ ഭാഗമായി എന്താണോ നടപ്പാക്കേണ്ടത് അത് നടപ്പാക്കുന്ന നിലയുണ്ടാകും. അതിൽ ചിലപ്പോൾ ഒരു തൊഴിലിൻ്റെ പ്രശ്നമായിരിക്കും. ഒരാൾക്ക് തൊഴിലുണ്ടായാൽ ആ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടും. അതുമായി ബന്ധപ്പെട്ട് തൊഴിൽ എങ്ങനെ കൊടുക്കാൻ കഴിയും? തദ്ദേശഭരണ സ്ഥാപനങ്ങളുണ്ട്, സഹകരണ സ്ഥാപനങ്ങളുണ്ട്, അവിടെയുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്, സർക്കാരുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നത് ആലോചിക്കും. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ സാമ്പത്തിക സഹായം വേണ്ടി വരും. അങ്ങനെയുള്ളതിന് സാമ്പത്തിക സഹായവും നൽകും. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് 45 ലക്ഷം കുടുംബങ്ങളാണ് ഇങ്ങനെയുള്ളത്. ആ 45 ലക്ഷം കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചാൽ അത്തരമൊരു ദുരിതം അനുഭവിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലില്ല എന്ന് വരും. ചിലപ്പോൾ 1 ലക്ഷം മുതൽ 15 ലക്ഷം വരെയുള്ള സഹായങ്ങൾ ചില കുടുംബത്തിന് നൽകേണ്ടതായി വരും. അത് ഓരോ കുടുംബത്തിൻ്റെയും മൈക്രോ പ്ലാൻ അനുസരിച്ച് നടപ്പാക്കേണ്ട കാര്യമാണ്. ഇതോടൊപ്പം നമ്മുടെ ആരോഗ്യരംഗം, വിദ്യാഭ്യാസ മേഖല, ഇതൊക്കെ ഇപ്പം തന്നെ വലിയ തോതിൽ മുന്നേറിയിട്ടുണ്ട്. ഇതിനെയൊക്കെ ലോകോത്തര നിലവാരത്തിലേക്ക്
എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താനാണ് നടപടികൾ. ക്ഷേമ പെൻഷനുകളുടെ കാര്യത്തിൽ അത് സാമൂഹ്യ സുരക്ഷയുടെ ഏറ്റവും വലിയൊരു ഉറപ്പാണ്. അപ്പോൾ ഇന്നിപ്പോൾ 600-ൽ നിന്ന് 1600-ലേക്ക് എത്തിച്ചിട്ടുണ്ട്. അത് ഇനിയും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഉദ്ദേശിക്കുന്നത് 2500 രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ ഉയർത്തേണ്ടതുണ്ട് എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക 2016-ലുണ്ടായിരുന്നു. LDF ഗവൺമെൻറ് വന്നപ്പോഴാണ് അത് മുഴുവൻ കൊടുത്തത്. അന്ന് 600 രൂപ മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ മാസം തോറും പെൻഷൻ കൊടുക്കുന്ന നിലയാണുള്ളത്. അതേപോലെ തന്നെ വീട്ടമ്മമാർക്കും പെൻഷൻ നൽകുക എന്ന ഒരു വാഗ്ദത്തം ഇതിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി തയ്യാറാക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അംഗൻവാടി, ആശാ വർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചകത്തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ, ഇങ്ങനെ വിവിധ സ്കീം വർക്കേഴ്സ് ഉണ്ട്. ഇവരുടെ എല്ലാം ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കും. മിനിമം കൂലി നമ്മുടെ സംസ്ഥാനത്ത് 700 രൂപയാക്കും. അതിഥി തൊഴിലാളികളുടെ ക്ഷേമപ്രവർത്തനങ്ങൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തും. ഗാർഹിക തൊഴിലാളികൾക്ക് പ്രത്യേക സ്കീമുകൾ ആരംഭിക്കും. ക്ഷേമനിധികളാകെ പുനഃസംഘടിപ്പിക്കണമെന്ന് നേരത്തെ അഭിപ്രായമുണ്ട്. അത് പുനഃസംഘടിപ്പിക്കുന്ന നില സ്വീകരിക്കും. സർക്കാരിൻ്റെ ശ്രദ്ധയും പരിഗണനയും ലഭിക്കാത്ത ഒരു വിഭാഗവും കേരളത്തിലില്ല എന്നൊരു സാഹചര്യം സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വയോജനങ്ങൾക്ക് പ്രത്യേക പരിഗണന ഈ പ്രകടന പത്രികയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്. വയോജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതും സുരക്ഷിതവുമാക്കാനുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നടത്തിയത്. അതൊരു നല്ല രീതിയിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുള്ള നടപടികൾ ഇതിൻ്റെ ഭാഗമായി വിശദമായി പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ റബ്ബറിൻ്റെ തറവില 250 രൂപ ആക്കി മാറ്റും. അത് നമ്മുടെ നാട്ടിലെ റബ്ബർ കർഷകരുടെ ജീവിതം സുരക്ഷിതമാക്കാനുള്ള മാർഗമാണ്. അതേപോലെ തന്നെ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ കഴിയുന്ന മേഖലകൾ, ഇപ്പോൾ പാലുൽപാദനം, മുട്ട, പച്ചക്കറി, ഈ കാര്യത്തിലൊക്കെ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ നമുക്ക് കഴിയും. അതോടെ കർഷകരുടെ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. ഇതുമായി ബന്ധപ്പെട്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെയും പാലിൻ്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നല്ലതുപോലെ ഉണ്ടാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ഇതിൽ തീരദേശ വികസനത്തിന് 5000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കും. അത് നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ്. അതോടൊപ്പം കടലിൻ്റെ അവകാശം മത്സ്യത്തൊഴിലാളികൾക്ക് എന്നതാണ് LDFൻ്റെ നയം. ഇവിടെ ലൈഫ് മിഷൻ ലോകമാകെ അംഗീകരിക്കുന്ന ഒരു പദ്ധതിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നേരത്തെ പ്രഖ്യാപിച്ചതിൽ കുറച്ച് കൊടുക്കാൻ ബാക്കിയുണ്ട്. വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നോക്കിയാൽ ഈ വരുന്ന 5 വർഷം കൊണ്ട് 5 ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി വീട് നൽകാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ നേരത്തെ പ്രഖ്യാപിച്ച 1.5 ലക്ഷം വീട് ആ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ പുതുതായിട്ട് അപേക്ഷ നൽകാനുള്ള അവസരം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായുള്ള അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലും കുറച്ചധികം നമ്പർ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ എങ്ങനെ വന്നാലും അടുത്ത 5 വർഷം കൊണ്ട് 5 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചാൽ നമ്മുടെ സംസ്ഥാനത്തെ പാർപ്പിട പ്രശ്നം, പാവപ്പെട്ടവരുടെ വീട് നിർമ്മിക്കാൻ കഴിയാത്തവരുടെ പാർപ്പിട പ്രശ്നം പരിഹരിക്കാനാകും എന്ന് തന്നെയാണ് LDF കണക്കാക്കുന്നത്. അതോടൊപ്പം മുഴുവൻ ആദിവാസി കുടുംബങ്ങൾക്കും പട്ടികജാതി കുടുംബങ്ങൾക്കും നമ്മുടെ സംസ്ഥാനത്ത് വീട്
ഉറപ്പാക്കുന്ന നടപടികളിലേക്ക് കടക്കും. ഇവിടെ എല്ലാ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും 2 നേരം OPയും മരുന്നും ലാബും ഉറപ്പുവരുത്തും. ഇത് ഇപ്പം തന്നെ വൈകുന്നേരം വരെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് മാറും. 20 ലക്ഷം കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന കിടത്തി ചികിത്സ സൗജന്യമായിരിക്കും. അതായത് നമ്മുടെ നാട്ടിലുള്ള 20 ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ സൗകര്യം ലഭിക്കുക എന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ കാരുണ്യ പദ്ധതിയുടെ സഹായം ഇപ്പോഴുണ്ട്. ആ സഹായം തുറന്നും ലഭ്യമാക്കും. ഇതോടൊപ്പം നേരത്തെ പ്രഖ്യാപിച്ചൊരു കാര്യമാണ് നമ്മളൊരു വിജ്ഞാന സമൂഹമാക്കി നമ്മുടെ നാടിനെ മാറ്റുക എന്നുള്ളത്. അതിൻ്റെ സൃഷ്ടിക്കുതകുമാറ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമ്പൂർണമായ അഴിച്ചുപണിയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 2 or 3 സെൻറ്റർ ഓഫ് എക്സലൻസുകളുണ്ട്. ഇത് വർദ്ധിപ്പിക്കുക. ഒരു 30 മികവിൻ്റെ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ മികവിൻ്റെ കേന്ദ്രങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കും പ്രവർത്തിക്കുക. എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലായിരിക്കില്ല. ആ സെൻറ്റർ ഓഫ് എക്സലൻസിന് വേണ്ട എല്ലാ സ്വതന്ത്രാവസ്ഥയും അതിന് നിലനിർത്തും. പക്ഷേ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നതാണ് അതിൻ്റെ ഭാവി പ്രവർത്തനത്തിന് സഹായകരം. ആ തരത്തിലൊരു പദ്ധതി ഇപ്പം തന്നെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ സർവകലാശാലകളുടെ അടിസ്ഥാന സൗകര്യ വികസനം പ്രധാനമാണ്. അതിനിപ്പോൾ കാണുന്നത് മേജർ സർവകലാശാലകൾക്ക് പരമാവധി 125 കോടി രൂപ വീതം, ബാക്കിയുള്ളവർക്ക് 75 കോടി രൂപ വീതം. ഇത് ഇപ്പോൾ പറയുന്നതാണ്. എന്നാൽ സർവകലാശാലകളിൽ നടപ്പാക്കി തുടങ്ങുമ്പോൾ കൂടുതൽ തുക വേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കുന്ന നില സ്വീകരിക്കുന്നതിന് ചെയ്യും. കാരണം സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദേശീയ തലത്തിലുള്ള ആദ്യ പട്ടികയിൽ നമ്മുടെ സ്ഥാപനങ്ങൾ സ്ഥാനം പിടിക്കണം. ലോകതലത്തിൽ ആദ്യത്തെ 100-ലെങ്കിലും നമ്മുടെ കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാവണം. അങ്ങനെ വരണമെങ്കിൽ ഇന്നുള്ള യൂണിവേഴ്സിറ്റികളുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ എല്ലാ ഇല്ലായ്മയും പരിഹരിച്ചു പോകണം. അതിനുതകുന്ന നടപടികളാണ് സ്വീകരിക്കുക. കോളേജുകളിലുള്ള എല്ലാ ക്ലാസ് മുറികളും ഡിജിറ്റൈസ് ചെയ്യുന്ന നടപടികൾ സ്വീകരിക്കും. ഏറ്റവും പ്രധാനം ഗവേഷണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഗവേഷണം നടക്കുന്നുണ്ട്. പക്ഷേ ചുരുങ്ങിയ തോതിലേ നടക്കുന്നുള്ളൂ. ചുരുങ്ങിയ ഗവേഷകരെയുള്ളൂ. ഇതിൽ വലിയ മാറ്റം വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ ഗവേഷകർ, വലിയ തോതിൽ ഗവേഷണം നടക്കുക. ഇത് സമൂഹവുമായി കൂടുതൽ ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധിപ്പിക്കും. അപ്പോൾ ഗവേഷകർ സമൂഹവുമായി ചർച്ച ചെയ്യും. സമൂഹത്തിന് ഉതകുന്ന വിഷയങ്ങളായിരിക്കും. അപ്പോൾ പരസ്പരം ഒരു നല്ല ബന്ധം ഗവേഷക സമൂഹവും നമ്മുടെ സമൂഹവും തമ്മിൽ ഉണ്ടാവുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള പ്രോത്സാഹനത്തിനുള്ള ഒട്ടേറെ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതാണ്. അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിക്ഷേപത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 5 വർഷത്തിനുള്ളിൽ 60,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് ലക്ഷ്യമാക്കുന്നത്. അത് ഇപ്പോൾ നടന്ന കുറേ കാര്യങ്ങളുണ്ട്. ബാക്കി കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചില നിക്ഷേപങ്ങൾ കൊച്ചി പാലക്കാട് വ്യവസായ ഇടനാഴി. അത് വലിയൊരു പ്രോജക്റ്റാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. പ്രാരംഭ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. നല്ല നിലയിൽ അത് പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയും. അതേപോലെ തന്നെ പുതുതായി കാണുന്നത് കൊച്ചിയിൽ നിന്ന് മംഗലാപുരം വരെയുള്ള ഒരു വ്യവസായ ഇടനാഴി. തിരുവനന്തപുരം ക്യാപിറ്റൽ സിറ്റി റീജിയൻ ഡെവലപ്മെൻറ്റ് പദ്ധതി, അതിൻ്റെ ഭാഗമായി വലിയ പുരോഗതി അവിടെ ഉണ്ടാക്കാൻ കഴിയും. വിഴിഞ്ഞം സീപോർട്ടുമായി അടക്കം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് അത് വരിക. അതിൻ്റെ കൂടെയാണ് നമ്മുടെ തെക്ക് വടക്ക് സെമി ഹൈസ്പീഡ് റെയിൽവേ ലൈനിൻ്റെ പ്രശ്നം. ആ പദ്ധതിയും നല്ല രീതിയിൽ
പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ വരുന്ന 5 വർഷത്തിനുള്ളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പുരോഗമിക്കുന്ന അവസ്ഥയുണ്ടാവും. ചിലത് പൂർത്തീകരിക്കാനും കഴിയും എന്നാണ് കാണുന്നത്. ഇതോടെ നമ്മുടെ കേരളത്തിലെ പശ്ചാത്തല സൗകര്യം നോക്കിയാൽ അത് ഇന്ത്യയിലെ മികച്ച അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയും. ആ തരത്തിലാണ് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടെ കൊച്ചിയെ ആഗോള നഗരമായി വികസിപ്പിക്കും. അതിവേഗതയിൽ വികസിച്ചു വരുന്നൊരു നഗരമാണ് കൊച്ചി. അതിനുതകുന്ന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് അതിനെ ആഗോളാടിസ്ഥാനത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നഗരമായി വികസിപ്പിക്കും. 15,000 കിലോമീറ്റർ റോഡ്, 72 റെയിൽവേ മേൽപ്പാലങ്ങൾ, 100 മേജർ പാലങ്ങൾ, ദേശീയപാതാ വികസനം, ഇതൊക്കെ ഈ വരുന്ന 5 വർഷം കൊണ്ട് പൂർത്തിയാക്കാനാവും. മലയോര ഹൈവേ, തീരദേശ ഹൈവേ അത് പൂർത്തിയാക്കാനാവും. മലയോര ഹൈവേ ഇപ്പം തന്നെ ചില റീച്ചുകൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞതാണ്. അതോടൊപ്പം വയനാട് തുരങ്കപ്പാത അത് പൂർണ്ണമായും പൂർത്തീകരിക്കാനാവും. ഇപ്പോൾ മൊത്തം 40,000 കോടി രൂപ റോഡ് നിർമ്മാണത്തിന് ചെലവഴിക്കും. 7,500 കോടി രൂപയുടെ വയനാട് പാക്കേജ്, 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജ്, 2,500 കോടി രൂപയുടെ കുട്ടനാട് പാക്കേജ്, 5,000 കോടി രൂപയുടെ തീരദേശ പാക്കേജ്. ഈ പാക്കേജുകളെല്ലാം സമയബന്ധിതമായി നടപ്പാക്കും. എല്ലാ കാര്യങ്ങളിലും കൃത്യമായ പ്ലാൻ തയ്യാറാക്കി നടപ്പാക്കുന്ന നിലയാണ് ആവിഷ്കരിക്കുക. കാസർഗോഡ് പാക്കേജ് ഇപ്പോൾ ഉണ്ട്, അതിനുള്ള തുക വർദ്ധിപ്പിക്കും. മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നൊരു നിലയുണ്ട്. മലബാറിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള പ്രത്യേക പരിഗണന നൽകും. വ്യവസായ മേഖലയിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാനാണ് ശ്രമിക്കുക. 2040 വരെ നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ക്ഷാമം ഉണ്ടാകില്ല. കേരളത്തെ ഇലക്ട്രോണിക് ഫാർമസ്യൂട്ടിക്കൽ ഹബ്ബാക്കുക എന്നത് ഉദ്ദേശിക്കുകയാണ്. കൊച്ചിയെ ഒരു സൈബർ വാലിയാക്കും. അവിടെ ഒരു പ്രത്യേക സോണായി അതിനെ മാറ്റുന്ന നിലയെടുക്കും. അതോടൊപ്പം പ്രവാസി പുനരധിവാസത്തിന് സംരംഭ വികസന വായ്പാ പദ്ധതികൾ, ഡിജിറ്റൽ തൊഴിൽ, സേവന സംഘങ്ങൾ, വിപണന ശൃംഖല, ഇങ്ങനെയുള്ളതെല്ലാം ഏകോപിപ്പിച്ച് ഒരു സമഗ്ര പദ്ധതി പ്രവാസികൾക്കായി നടപ്പാക്കും. കയർ ഉൽപാദനം ഇപ്പോൾ 28,000 ടണ്ണാണ്. അത് 70,000 ടണ്ണായി ഉയർത്തും. കശുവണ്ടി കോർപ്പറേഷനിലും കാപ്പെക്സിലും 10,000 പേർക്ക് കൂടി തൊഴിൽ നൽകുന്ന നടപടിയെടുക്കും. കൈത്തറിയുടെ റിബേറ്റ് കേന്ദ്രം നിർത്തലാക്കിയിരിക്കുകയാണ്. പക്ഷേ കേരളം അത് തുടരും. കൂടുതൽ ദിവസം റിബേറ്റ് അനുവദിക്കാൻ ശ്രദ്ധിക്കും. ഓട്ടോ ടാക്സി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, അതിന് പ്രത്യേക പരിഗണന നൽകും. ഇങ്ങനെ പ്രകടന പത്രികയിൽ ഏകദേശം 900 വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അതീവ പ്രാധാന്യമുള്ളതാണ്. അതാകെ എടുത്തു പറയാൻ ഞാൻ ഈ ഘട്ടത്തിൽ തയ്യാറാകുന്നില്ല. ഇവിടെ നാം ഉദ്ദേശിക്കുന്നത് ആരും പട്ടിണി കിടക്കാത്ത, എല്ലാവർക്കും പാർപ്പിടമുള്ള, തൊഴിലവസരങ്ങളും ഉന്നത പഠന സൗകര്യങ്ങളുമുള്ള, വികസനം തടസ്സപ്പെടാത്ത, എല്ലാവർക്കും തുല്യമായ അവസരങ്ങൾ ലഭിക്കുന്ന, മതനിരപേക്ഷത പുലരുന്ന, സമാധാന ജീവിതം നയിക്കാൻ പറ്റുന്ന കേരളം. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രിക. ഒരു കാര്യമാണ് ഉറപ്പിച്ച് പറയാനുള്ളത്, ഇത് ആളുകളുടെ മുന്നിൽ തൽക്കാലത്തേക്കുള്ളൊരു വാഗ്ദാനമായി അവതരിപ്പിക്കുന്നതല്ല. വരുന്ന 5 വർഷക്കാലം നടപ്പാക്കാനുള്ള പദ്ധതികളാണ് ഇതിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ചില പ്രകടന പത്രികകൾ ഇപ്പോൾ 15 ലക്ഷത്തിൻ്റെ ബാങ്ക് നിക്ഷേപം, 50 രൂപയുടെ പെട്രോള് ഒക്കെ വാഗ്ദത്തം ചെയ്ത തെരഞ്ഞെടുപ്പ് കാലമുണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് നാട്ടിലറിയാവുന്നതാണ്. അങ്ങനെയുള്ളൊരു കബളിപ്പിക്കൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നില്ല. എന്താണോ പറയുന്നത്
അത് നടപ്പാക്കാൻ പറ്റുന്നത് മാത്രം പറയുക. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്ന നില. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായതും സർവതല സ്പർശിയായതുമായ വികസനം ഉറപ്പുവരുത്താനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശ്രമിച്ചു വന്നത്. അതേ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് ഈ വരും 5 വർഷക്കാലവും LDF സർക്കാർ പ്രവർത്തിക്കുക എന്നതിനുള്ള ഒരു സമഗ്ര പരിപാടിയാണ് ഇപ്പോൾ പ്രകടന പത്രികയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ കോവിഡിൻ്റെ അവസ്ഥയെടുത്താൽ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളായ കർണാടകയും തമിഴ്നാടും ഉൾപ്പെടെ ഇന്ത്യയിലെ ഏകദേശം 8 സംസ്ഥാനങ്ങളിൽ അടുത്ത കോവിഡ് വ്യാപന തരംഗത്തിനുള്ള സാധ്യതകൾ ശക്തമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത്. അവിടെയെല്ലാം കേസുകൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. കേരളത്തിൽ കേസുകൾ കുറഞ്ഞു വരികയാണെങ്കിലും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ നമ്മളും സുരക്ഷിതരല്ല എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ICMRന്റെ പഠനപ്രകാരം ഇന്ത്യയിൽ ശരാശരി 20 കേസുകൾ ഉണ്ടാകുമ്പോഴാണ് ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് രാജ്യത്തെ ശരാശരിയാണ്. കർണാടകയിൽ അത് 30 കേസുകൾക്കൊന്നാണ്. തമിഴ്നാട്ടിൽ 24 കേസുകൾക്കൊന്നാണ്. എന്നാൽ കേരളത്തിൽ 3 കേസുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് ICMR കണക്കാക്കിയിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലെ കേസ് റിപ്പോർട്ടിങ്ങിൻ്റെ ഈ സ്വഭാവം പരിഗണിച്ചാൽ രോഗവ്യാപനത്തിൻ്റെ യഥാർത്ഥ സ്ഥിതി രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അതൊരു ഗൗരവമായ മുന്നറിയിപ്പായിട്ട് നാം കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിലാണെങ്കിലും അടുത്ത തരംഗത്തിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇത് പലയിടത്തും കാണുന്നത് റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ രൂക്ഷമാണ് അവിടുത്തെ രോഗനില എന്നാണ് ഈ കണക്ക് കാണിക്കുന്നതാണ്. അതുകൊണ്ട് നാം നല്ല ജാഗ്രത തുടരേണ്ടതായിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യം പരിഗണിച്ച് എല്ലാവർക്കും കഴിയാവുന്നത്ര വേഗം വാക്സിൻ ലഭ്യമാക്കുക എന്നതാണ് നാം ശ്രമിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വാക്സിൻ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്ന സംസ്ഥാനം ഇന്ന് കേരളമാണ്. വയോജന കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. രോഗവ്യാപനത്തിൻ്റെ വേഗത കുറച്ച് ഉച്ചസ്ഥായിയിലെത്തുന്നത് ദീർഘിപ്പിച്ചതിനാലാണ് നമ്മുടെ അടുത്ത തരംഗം തുടങ്ങുന്നതിന് മുൻപ് പരമാവധി ആളുകൾക്ക് വാക്സിൻ നൽകാനുള്ള സാവകാശം നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് രോഗം വരാത്തവരുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളം സ്വീകരിച്ച രോഗപ്രതിരോധ മാതൃക അത് എല്ലാവരും ഇപ്പോൾ അംഗീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മരണനിരക്ക് വലിയ തോതിൽ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞു. കോവിഡ് മരണങ്ങൾ മാത്രമല്ല, 2019 താരതമ്യം ചെയ്യുമ്പോൾ മൊത്തം മരണങ്ങളുടെ എണ്ണത്തിൽ തന്നെ വലിയ കുറവുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ 2,63,901 മരണങ്ങളാണ് 2019 എന്നാൽ 2020 അത് 2,34,536 മരണങ്ങളായി കുറഞ്ഞു. 29,365 മരണങ്ങളുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു വലിയ നേട്ടമാണ്. മറ്റുള്ളിടത്തൊക്കെ വർദ്ധിക്കുമ്പോൾ നമുക്കതും കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയധികം ജീവനുകൾ നമുക്ക് രക്ഷിക്കാനായി എന്നതാണ്. ഇത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. നമുക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ഒന്നാണ്. ഏതായാലും കോവിഡിനെതിരായുള്ള പോരാട്ടം ശക്തമായി തുടരേണ്ടതുണ്ട്. ജാഗ്രത ഒരു തരത്തിലും ഉപേക്ഷിക്കാൻ പാടില്ല. ഇതാണ് പൊതുവെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയുമാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. കോവിഡ്-19 ശ്രദ്ധിക്കില്ല കഷ്ടമില്ലാന്ന് വേണ്ടി തീരുമാനം പറയുമ്പോൾ
അതെ, അവരെല്ലാം ഒരു പരിഭ്രാന്തി കൂടി വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലൊക്കെ കോവിഡ് വല്ലാതെ വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായുള്ളൊരു പരിഭ്രാന്തി ഉണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തി അടക്കാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായൊരു നയമാണ്. ഇത് നേരത്തെ തന്നെ ഇത്തരം ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അത് സ്വാഭാവികമായി സ്വീകരിക്കില്ല എന്ന ഉറപ്പും കേന്ദ്രത്തിന് ലഭിച്ചതാണ്. എങ്കിലും ചില ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സമീപനം നമ്മുടെ അയൽ സംസ്ഥാനം സ്വീകരിക്കുന്നതായി കാണുന്നുണ്ട്. അത് തുറന്നും ബന്ധപ്പെടേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെടുന്ന നില തന്നെ സ്വീകരിക്കും. ഈ ആലപ്പുഴയിൽ BJP സ്ഥാനാർത്ഥി CPM-ന്റെ ഒരു പ്രോപ്പർട്ടി രക്തസാക്ഷി മണ്ഡപത്തിൽ കയറി എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതും അത് രാഷ്ട്രീയമായ ഒരു വിവാദമാക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു. എന്താണ് അതിൻ്റെ ഒരു വസ്തുത? ഇത് ഒരു തരത്തിലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നടന്നിട്ടുള്ളത്. ഈ വലിയ ചുടുകാട് സാധാരണഗതിയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വികാരവുമായി ബന്ധപ്പെട്ടൊരു സ്ഥലമാണ്. അവിടെ അതിക്രമിച്ച് കയറി പുഷ്പങ്ങളിങ്ങനെ വാരി എറിയുക, എന്നിട്ട് മുദ്രാവാക്യം വിളിക്കുക, അതിനെ ആകെ അപഹസിക്കുക. അപ്പോൾ ഉദ്ദേശം സമാധാനപരമായ തെരഞ്ഞെടുപ്പ് രംഗം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാരണം ഇത് കണ്ടാൽ സ്വാഭാവികമായി കമ്മ്യൂണിസ്റ്റുകാരായവരുടെ രക്തം തിളക്കും. അപ്പോൾ പ്രകോപനം സൃഷ്ടിച്ച് സംഭവങ്ങൾ ഉണ്ടാക്കിക്കുക, അതാണ് ഉദ്ദേശിച്ചതെന്നാണ് തോന്നുന്നത്. ഏതായാലും അതിൽ നല്ല സംയമനം അവിടെ ആളുകൾക്ക് പാലിക്കാൻ കഴിഞ്ഞു. അതിനവരെ ആദ്യമായും അഭിനന്ദിക്കുക. ഇത്തരം ഉദ്ദേശങ്ങളോടുകൂടിയുള്ള ഇടപെടലുകൾ വരാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയായിട്ട് കൂടി ഇതിനെ കാണുന്നു. നാട്ടിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുക, ഒരു സമാധാനത്തിൻ്റേതല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നോക്കുക, അതിലെല്ലാവരും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അതിനിപ്പോൾ എന്താ ചെയ്യാൻ കഴിയും? ശരി 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 ശരി. അല്ല, ഓരോരുത്തരും പരിപാടി നടത്തില്ലേ, അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? അതല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയും. ഇലക്ഷൻ സമയത്ത്